ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമൻ്റെ വണ്ടി ഒന്ന് കഴുകിയെടുക്കലാണ് കേട്ടോ. കാർ വാഷും ഷാമ്പൂ ഒന്നുമില്ല, അപ്പോൾ കഴുകാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ലിക്വിഡാണ് എടുത്തിട്ടുള്ളത്. മീനുട്ടി ഇപ്പം എണീറ്റിട്ടുള്ളൂ കേട്ടാ. ഞങ്ങൾ വണ്ടി കഴുകാനുള്ള വെള്ളം പിടിക്കുമ്പോൾ അവൾ കൂടെ നിന്ന് പല്ലേക്കാണ്. പിന്നെ ഗൈസ് കുറേ ദിവസമായിട്ടോ വണ്ടി കഴുകിയിട്ട് ഫുള്ള് നിറച്ചോ. പൂച്ചക്കുട്ടി ഉണ്ട് ഗൈസ്. ഞാൻ കണ്ടില്ലല്ലോ. വണ്ടി അവിടുന്ന് അവിടുന്നാണ് അവിടെ കാണാനില്ല കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ സെറ്റായി. ഇനി കളിക്കാനുള്ള ലിക്വിഡ് എടുക്കാണ്. ലിക്വിഡ് കുറച്ചെടുത്താൽ മതി, നന്നായിട്ട് പതയും നമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനെടുത്തത് കുറച്ച് കൂടിപ്പോയി ഗൈസ്. ആദ്യമായിട്ടാണ് ഈ ലിക്വിഡ് ഉപയോഗിച്ച് വണ്ടി കഴുകുന്നത്. എന്താവും അറിയില്ല കേട്ടാ. ലിക്വിഡായിട്ട് വരുമ്പോഴേക്കും കലക്കാനുള്ള വെള്ളമായിട്ട് അച്ചോടെ ഇരിക്കുന്നുണ്ട് കേട്ടാ. സാധാരണ വണ്ടി കഴുകാനായിട്ട് രവേട്ടൻ്റെ കടയിൽ നിന്ന് 5 രൂപയുടെ ലാക്ക് റോളിൻ്റെ ഷാമ്പു ആണ് കേട്ടോ വാങ്ങാറ്. ഇന്ന് കടയിൽ പോകാനുള്ള മടി കൊണ്ടാണ് തൽക്കാലം ഈ ലിക്വിഡ് എടുത്തത്. വണ്ടി കഴുകുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഈ ഷാമ്പു കലക്കലാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പതപ്പിക്കുമ്പോൾ പൊന്തി വരുന്ന ആ പതയിൽ കളിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കലക്കല് തുടങ്ങിയപ്പോഴേക്കും മീനുട്ടി ഓടി എത്തിയിട്ടാ. പിന്നെ ഞങ്ങൾ 3 പേരും കൂടിയായി കലക്കല്. ഈ ലിക്വിഡ് കലക്കി പതപ്പിച്ച് കളിച്ചാൽ കൈനെന്തെങ്കിലും പറ്റുമോന്ന് അറിയില്ല കേട്ടാ. എന്തായാലും ഞങ്ങൾ നന്നായി പതപ്പിച്ച് കളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി കഴുകൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം വെള്ളം ഒഴിച്ചിട്ട് വണ്ടിയുടെ ബോഡി മുഴുവനായിട്ടും നനയ്ക്കണം. അതിൻ്റെ ഒപ്പം തന്നെ അതിന് മേലുള്ള ചെറിയ ചെളികൾ തുടച്ച് കളയണം. പിന്നെ ഗൈസ് നമ്മുടെ വണ്ടിക്ക് കഴുകാനുള്ള പദവിട സെറ്റാക്കിയിട്ടുണ്ട്. അല്ല പതയില്ല. ഞങ്ങൾ ശരിക്കും വണ്ടി കഴുകുമ്പോൾ ഏറ്റവും എൻജോയ് ചെയ്യുന്ന പാർട്ടാണ് ഈ പതപ്പിക്കൽ, അതുപോലെ പത കൊണ്ട് വണ്ടി കഴുകൽ. ഇനി നമ്മൾ വെള്ളമൊഴിച്ച് സെറ്റാക്കിയ എല്ലാ ഏരിയയിലും ഈ പത തേച്ച് കഴുകണം. എന്താണ് എന്റെ കാലില് പതയാക്കി. കാറിന്റെ മാജിക് കോൺസെപ്റ്റ്. കാർ തുറക്കാൻ പറ്റുമോ? ഇല്ല. എന്താ ചാവി എടുത്തിട്ട് തുറക്കാനാ? എനിക്ക് മാത്രം അനക്ക് മാത്രമല്ല, ഇതിപ്പോൾ ഈ ജനല ഗ്ലാസ് കണ്ടോ ഗൈസ്, താഴ്ത്തിയിട്ട് പൊന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ തുറക്കാൻ പറ്റണത് കേട്ടാ. വാഴ 2 കണ്ടിട്ട് ഇവള് ഇങ്ങനെ നേരത്തെ വന്നോണ്ട്. അതില്ലേ ഗൈസ്, ഞാനൊരു കാര്യം പറയാം. ഈ കാറിനൊരു പ്രത്യേകത ഉണ്ട്. നടുക്കത്തെ ആൾക്ക് ഇരിക്കാനുള്ള സീറ്റ് ബെൽറ്റ് ഇല്ല. പക്ഷെ ഇവിടെ ഇരിക്കാനുള്ള സീറ്റ് ബെൽറ്റ് കാണിച്ചിരുന്നെങ്കിൽ അതെല്ലാ കാരണം ഉണ്ടാവില്ലേ? ആൾക്ക് കുടിക്കാണ്ടല്ലോ. ഏത് വള് തീറ്റുണ്ട് ഗൈസ്. പിന്നെന്തിനാ ഇടുന്നത്? പിന്നെന്തിനാ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി? പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കേ ശ്വാസകോശം കിട്ടും. ശ്വാസകോശം. എനിക്ക് കുറച്ച് വേർഡ്സ് അറിയില്ല. ഇപ്പോഴും ഇവിടെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കി ചുണ്ട്. പിന്നെ ചിലപ്പോ ഫാൽക്കന്മാർക്ക് നമ്മൾ പൂവും. ഞാൻ ആദ്യമായിട്ടാണ് ഫാൽക്കന്മാർക്ക് പോകുന്നത്. ചിലപ്പോ പൂട്ടും. ഞാൻ ഈ സീറ്റ് ബെൽറ്റ് ഇടാനുള്ള തന്ത്രപ്പാടാ. അത്ര ഉണ്ട് പാട്. പിന്നെ ഗായ്സ് പിന്നെ ഇവള് ഞങ്ങൾ എത്ര തവണ പോയി എന്തെന്നറിയോ, ഫാൽക്കൻ മലയ്ക്ക് 4 തവണ പോയിട്ടുണ്ട്. അന്നും
ഇവള് വന്നിട്ടില്ല. ഫാൽക്കമാൾ ഓപ്പൺ ആയതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ പോയത്. അന്ന് ഇവള് വന്നിട്ടില്ല. അപ്പോൾ ഇവള് വന്നിട്ട് ആദ്യമായിട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ബട്ട് കുറേ ഇവള് കയറിയുണ്ട് എസ്കലേറ്ററിൽ, ഞാനും കയറിയുണ്ട് എസ്കലേറ്ററിൽ. എന്താ അവിടെ കേട്ടത്? നമുക്കവിടെ M&S സ്നേഹിക്കണം. പ്രത്യേകത ഉണ്ട്. എസ് കൂട്ടിയില്ലെങ്കിൽ മണ്ടീസ്, എസ് കൂട്ടിയില്ലെങ്കിൽ മണ്ട്, എസ് കൂട്ടിയ മണ്ടീസ്. ഞങ്ങൾ മണ്ടീസ് ആവും. അപ്പൊ ഗൈസ് പത തേച്ച് പിടിപ്പിച്ചെടുത്ത് ഇനി നമ്മൾ നല്ല വെള്ളം ഒഴിച്ച് കഴുകി കളയാണേ. അപ്പൊ ഇനി കഴുകൽ കഴിഞ്ഞോട്ടാ, നമുക്ക് തുടച്ച് സുന്ദര കുട്ടപ്പനാക്കി എടുക്കാം. ചീർപ്പാണുള്ള നിധി, നല്ല രസമല്ല ചീർപ്പ. പിങ്ക് അതാ അത് കളഞ്ഞു. നമുക്ക് അടിപൊളി വണ്ടി ആയിട്ടുണ്ട്. കുറച്ചപ്പോ നല്ലൊരു ഗ്ലോ കിട്ടി. അവിടെ മീനു ഈ ചളിയിൽ കൂടെ നടക്കിടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാണ് ചളിയിൽ കൂടെ നടക്കണെന്ന്. അപ്പൊ അവൾക്ക് ചളിയിൽ കൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടം അത്ര. ഗൈസ് അവൾക്ക് അപ്പൂപ്പന്താടി പേടിയാണ്. അപ്പൊ നമുക്ക് അവളെ പേടിപ്പിക്കാം. ഞങ്ങള് വേറൊരു സംഭവത്തിനാ കുഞ്ഞാ എനിക്ക് പേടിയൊന്നുമില്ല ഗൈസ്. അവൾക്ക് അപ്പൂപ്പന്താടി പേടിയാ. അതെ അല്ലേ, അവൾക്ക് അപ്പൂപ്പന്താടി പേടിയാ. പക്ഷെ പിടിച്ചിട്ടുണ്ട് കുറച്ച് നാള് ഇവള് പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് പേടിക്കണ്ടെന്ന്. അതെന്താ അറിയോ, അമ്മത്ത അത് പിടിച്ചാ കടിക്കും പറഞ്ഞിട്ടാണ് അവൾക്ക് പേടി. ഇതുവരെയായിട്ടുള്ള പേടി മാറിയിട്ടില്ല. ഞാനും മീനൊക്കെ ഇത്രയുള്ള കുട്ടായിരുന്നു, അപ്പോഴും പേടി. ഇപ്പൊ 7ാം ക്ലാസ്സിലെത്തി. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഗൈസ്. എനിക്ക് അപ്പൂപ്പനാടിനൊക്കെ ഞാൻ ഇഷ്ടം പോലെ പിടിച്ച് ഇവരെ ഞാൻ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് ഏറ്റവും ഇല്ല. അവിടെ ചളിക്കൂടെ നടക്കണം. അവൾക്ക് ചളിക്കൂടെ നടക്കണ വണ്ടി കഴിഞ്ഞുട്ടാ. തന്നെയാണ് വെള്ളപ്പം ചിക്കൻ കറി എടുത്തോന്ന്. ചിക്കൻ കറി ഞാൻ ആകെ ഒരെണ്ണം ടേസ്റ്റ് നോക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി രണ്ടാമത്തെ എടുക്കും. 3 എടുത്തു. എനിക്ക് വേണക്ക് നല്ല ഇഷ്ടം. പുളിയുണ്ട്. അതെനിക്ക് എപ്പോഴും ദോശ കഴിക്കുമ്പോൾ പുളി ഉണ്ടാവോ. പുളിയുള്ള ദോശകൾക്ക് ഇഷ്ടമല്ല. എല്ലാ ദോശ നല്ല ഇഷ്ടം. ഫുഡ് കഴിച്ച് പുറത്ത് വന്നപ്പോൾ നല്ല മഴ. എന്തിനാ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് വണ്ടി കഴുകിയത് അല്ലേ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ.